വൻ ദുരന്തം വിതച്ച അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിന് പിന്നാലെ വീണ്ടും ഒരു അപകട സാധ്യതാ മുന്നറിയിപ്പ് എത്തിയതിന്റെ ആശങ്കയിലാണ് നേപ്പാൾ. മഴയില്ലാതെ പെട്ടെന്നുണ്ടായ ഭീകരമായ ചെളിവെള്ളപ്പാച്ചിലിൽ പൊലിഞ്ഞുപോയത് നൂറുകണക്കിന് മനുഷ്യജീവനുകൾ, കാണാതായത് 800ഓളം പേര്. ഇതിൽ 177 ഇന്ത്യക്കാർ. കാണാതായവർക്കുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനവും ഇപ്പോഴും തുടരുകയാണ്. ചൈനയുമായുള്ള നേപ്പാളിന്റെ പ്രധാന വ്യാപാര പാതയായ റസുവഗഡി അതിർത്തി കേന്ദ്രം, ടിമുറെ, സ്യാഫ്രുബൈസി, ബെത്രാവതി തുടങ്ങിയ പ്രദേശങ്ങൾ നിമിഷങ്ങൾക്കകം വെള്ളത്തിനടിയിലായി. 111 മെഗാവാട്ടിന്റെ റസുവഗഡി പദ്ധതി, ചിലിമെ, തൃശൂലി 3A ഉൾപ്പെടെ 10ലധികം ജലവൈദ്യുത പദ്ധതികൾ തകരുകയോ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. രാജ്യത്തിന്റെ ആകെ വൈദ്യുതി ഉൽപാദന ശേഷിയുടെ 12% ഈ ദുരന്തം മൂലം തകർന്നതായാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് ഭോട്ടെകോഷി നദിയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ഈ സമയം റസുവ ജില്ലാ ആസ്ഥാനത്തോ പരിസരത്തോ മഴ പെയ്തിരുന്നില്ലെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കുന്നു. റസുവയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 5100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലെൻഡെ നദിയിലേക്ക് കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീണതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഹിമപാതത്തിൽ നദീതടം പൂർണ്ണമായി അടഞ്ഞു പോവുകയും തുടർന്ന് അവിടെ രൂപപ്പെട്ട കൂറ്റൻ ജലസംഭരണി പെട്ടെന്ന് തകർന്ന് താഴേക്ക് കുതിച്ചൊഴുകുകയുമായിരുന്നുവെന്ന് കാഠ്മണ്ഡു സർവകലാശാലയിലെ പരിസ്ഥിതി ഗവേഷകൻ പ്രൊഫസർ റിജൻ ഭക്ത കായസ്ഥ വ്യക്തമാക്കിയതായി കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ പ്രളയത്തിന് തൊട്ടു മുൻപ് ടിബറ്റൻ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി US ജിയോളജിക്കൽ സർവേയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രകമ്പനമാകാം ഹിമപാതത്തിനോ ഹിമതടാകത്തിന്റെ തിട്ടകൾ തകരുന്നതിനോ ഇടയാക്കിയതെന്നാണ് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിലയിരുത്തൽ. കനത്ത മഴ മൂലമുണ്ടാകുന്ന പ്രളയവും ഉരുൾപൊട്ടലും നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഹിമാലയൻ മലനിരകളിൽ വിനാശം വിതയ്ക്കുന്ന ഗ്ലോഫ് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഉയർന്ന മലനിരകളിലെ ഹിമാനികൾ ഉരുകുമ്പോൾ ഒലിച്ചു വരുന്ന മണ്ണും പാറക്കല്ലും അടിഞ്ഞുകൂടി സ്വാഭാവിക തടയണകൾ രൂപപ്പെടാറുണ്ട്. ഈ തടയണകളിൽ ജലം കെട്ടിക്കിടന്ന് കാലക്രമേണ വലിയ തടാകങ്ങളായി മാറുന്നു. ഇവയാണ് ഹിമതടാകങ്ങൾ. കോൺക്രീറ്റ് ഡാമുകളെ പോലെ ഉറപ്പുള്ളതല്ല മണ്ണും കല്ലും മഞ്ഞും ചേർന്ന ആ പ്രകൃതിദത്ത തിട്ടകൾ. ആഗോളതാപനം മൂലം മഞ്ഞുരുകൽ ശക്തമാകുമ്പോൾ തടാകങ്ങളിലെ ജലനിരപ്പ് അപകടകരമായ അളവിൽ ഉയരും. ഒരു ഭൂചലനമോ വലിയ ഹിമപാതമോ ഉണ്ടാകുമ്പോൾ ഈ സ്വാഭാവിക ഭിത്തികൾ തകരുന്നു. ഈ ഭിത്തികൾ തകരുന്നതോടെ ലക്ഷക്കണക്കിന് ഘനമീറ്റർ വെള്ളവും കൂറ്റൻ പാറകളും ചെളിയും അതിവേഗത്തിൽ താഴ്വരകളിലേക്ക് കുതിച്ചെത്തും. ഇതിനെയാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് എന്ന് വിളിക്കുന്നത്. ആകാശത്ത് മഴമേഘങ്ങൾ പോലും കാണാനില്ലാത്തതിനാൽ താഴ്വരകളിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പ് ലഭിക്കില്ലെന്നതാണ് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. 800-ലേറെ പേരെ കാണാതായി എന്നാണ് ഔദ്യോഗിക കണക്ക്. അതിൽ 400ഓളം പേർ വിദേശികളാണ്. കൈലാസ മാനസ സരോവർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇഷ ഫൗണ്ടേഷന്റെ 77 പേരടക്കം 170-ലേറെ ഇന്ത്യക്കാരെയും കാണാതായിട്ടുണ്ട്. നിർമ്മാണത്തിലിരുന്ന ജലവൈദ്യുത പദ്ധതികളും ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് അടക്കമുള്ള പല പാലങ്ങളും 200ഓളം വലിയ ട്രക്കുകളും ഒഴുകിപ്പോയതിൽ പെടുന്നു. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ സ്യാഫ്രുബൈസിയിലും തിമുറയിലും തിരച്ചിൽ ഇപ്പോഴും സജീവമാണ്. രക്ഷാപ്രവർത്തനത്തിനായി അവശ്യ മരുന്നുകളടക്കം 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യൻ സൈന്യം ഇതിനോടകം കാഠ്മണ്ഡുവിൽ എത്തിച്ചിട്ടുണ്ട്. കൈലാസ തീർത്ഥാടകരെയും ബന്ധുക്കളെയും കുറിച്ച് വിവരങ്ങൾ അറിയാൻ നേപ്പാളിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രളയഭീതി ഇന്ത്യയിലേക്കും വ്യാപിക്കുകയാണ്. ബീഹാറിലെയും UP-യിലെയും നദികളിൽ ഒഴുക്ക് ശക്തമായതോടെ നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. മുൻകരുതലായി വാൽമീകി നഗർ ബാരേജിന്റെ 36 ഷട്ടറുകളും ബീഹാർ തുറന്നിട്ടുണ്ട്. അതിർത്തി ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്.